വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ അല്പസമയം നമുക്കായിരിക്കാം. നമ്മൾ വായിച്ചത് 25-ാമത്തെ സങ്കീർത്തനങ്ങളാണ്. അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ഇത് ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് പ്രത്യേകമായി കടന്നു വന്ന ഒരു പ്രതിസന്ധിയുടെ നടുവിൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഒരുപക്ഷെ തൻ്റെ രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ട് തൻ്റെ മകൻ നിലകൊണ്ടപ്പോൾ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിരിക്കാം എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വലിയ ചിന്ത, 1-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഈ മനസ്സിനകത്തുള്ള ചിന്ത എന്താണ്? ശത്രുവിൻ്റെ നടുവിൽ ലജ്ജിച്ച് പോകുമോ? പ്രൈസ് ദി ലോർഡ്. ശത്രു എൻ്റെ മേൽ ജയം ഘോഷിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിൽ പല ചിന്തകൾ ഇരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണു തുറന്ന് നോക്കിയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മനസ്സെപ്പോൾ ദൈവവുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ്. ഞാൻ പറഞ്ഞതിൻ്റെ ആത്മീയാർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മളിവിടെ കടന്നു വന്നു, പാട്ടുകൾ പാടി, സങ്കീർത്തനങ്ങൾ വായിച്ചു. ആമേൻ. നമ്മൾ ഒരുമിച്ച് കൂടി ദൈവസന്നിധി വന്നിരിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാൽ അവിടെ കർത്താവുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്, എല്ലാം നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇത്രയും സമയം ഇരുന്നപ്പോഴും നമ്മുടെ മനസ്സ് പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വളരെ ശക്തിയോടെ ഓർമ്മപ്പെടുത്തുകയാ, ഈ മനസ്സിനെ ബാധിക്കുന്ന പല ചിന്തകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കുക. എന്നാൽ ഈ മനസ്സ് ദൈവവുമായിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് കണക്റ്റഡ് ആകുമ്പോൾ ഏത് ഭാരമുള്ള വിഷയത്തിനും ദൈവസന്നിധിയിൽ ഒരു മറുപടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും നമുക്ക് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരാം. ആമേൻ. ഇന്ന് പകൽക്കാലം ആശ്വാസം കണ്ടെത്തി ദൈവത്തിൻ്റെ മഹത്വം കരേറ്റിക്കൊണ്ട് മടങ്ങി പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടവരുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ വചനത്തിനകത്ത് ഇങ്ങനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ലജ്ജിച്ചു പോകരുതേ. ആമേൻ. ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത്. അടുത്തതായിട്ട് 3-ാമത്തെ വാക്യത്തിനകത്ത് വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഒരു മെസ്സേജ് പറയുക, വെറുതെ ദ്രോഹിക്കുന്നവര് ലജ്ജിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയാണ്. എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് പറയുന്നത് ഒരു മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത ഭാഗത്ത് 3-1 കാണുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഇത് ജീവിതത്തിനകത്തൊരു വലിയ തിരിച്ചറിവിൽ നിന്നുള്ള പ്രഖ്യാപനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദൈവമേ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ നിന്നെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്തളങ്ങളിൽ കടന്നു വരട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല് ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് ദൈവവുമായിട്ട് കണക്റ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ പറയും, ലജ്ജിച്ചു പോകുമോ കർത്താവേ,
ലജ്ജിച്ചു പോകരുതേ കർത്താവേ. ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് വരും. എന്നാൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, എൻ്റെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. ഇന്ന് പകൽക്കാലം അതിനൊരു മറുപടിയുണ്ട്. ആമേൻ. ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തിനൊരു മഹത്വം കരേറ്റിയാട്ടെ, കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് ഇന്ന് പകൽക്കാലം അരുമനാഥനായി കർത്താവിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയങ്ങളോട് വിളിച്ചു പറയുക. ഇല്ല, ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. സ്തോത്രം. ഒരു പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടം കൊണ്ട് അവസാനിക്കാനുള്ളവരല്ല ദൈവമക്കള്. ദൈവമക്കള് ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം, ദൈവമേ വഴി ഏതാണെന്ന് നീ കാണിച്ചു തരണം. പ്രൈസല്ലോ. ഒരു പ്രശ്നത്തിനകത്ത് കുടുക്കി കിടക്കുകയാ. പ്രൈസല്ലോ. എന്നാൽ ഇതിന്റെ നടുവിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരണം. ആ വഴി ഏതാണെന്ന് നീ കാണിച്ചു തരണം. അത് തന്നെയാണ് ദാവീദ് ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. പ്രൈസല്ലോ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളെ ഉപദേശിക്കുകയാ. പ്രൈസല്ലോ. എന്തിനു വേണ്ടി? യഥാർത്ഥ വഴി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി. പ്രൈസല്ലോ. പല വഴികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവഹിതപ്രകാരമുള്ള വഴി. പ്രൈസല്ലോ. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് സത്യത്തിന്റെ വഴിയാണ്. 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അത് സത്യത്തിന്റെ വഴിയാണ്. പ്രൈസല്ലോ. 8-ാമത്തെ വാക്യത്തിനകത്ത്, ആമേൻ, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അത് നേരായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സത്യത്തിന്റെ വഴി, നേരായ വഴി, ന്യായത്തിന്റെ വഴി. പ്രൈസലോ. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ദൈവത്തിന്റെ വഴിയാ. പ്രൈസലോ. തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രൈസലോ. യഹോവയുടെ നിയമവും സാക്ഷ്യവും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളെയൊക്കെയും ദയയും സത്യവുമാകുന്നു. ഇത് ദയയുടെയും സത്യത്തിന്റെയും വഴിയാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മളോട് പറയുക. 12-ാമത്തെ വാക്യത്തിനകത്ത്, യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. പ്രൈസലോ. അപ്പൊ നോക്കിക്കേ, ദൈവഭക്തനായ ഒരു പുരുഷൻ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞു തരുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് തിരുവചനം ഇന്ന് പകൽക്കാലം ശക്തിയോടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദാവീദ് പറയുകയാണ്, ദൈവമേ നിന്റെ വഴി ഏതാണെന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. തിരുവചനം പറയുന്നു, യഹോവ ഭക്തരായ മനുഷ്യർക്ക് ദൈവം തന്റെ വഴിയെ കാണിച്ചു കൊടുക്കുവാൻ ഇടവരും. അത് സത്യത്തിന്റെ വഴിയാണ്, അത് നേരായ വഴിയാണ്, അത് സൗമ്യതയുടെ വഴിയാണ്, അത് ദയയുടെ വഴിയാണ്. ഇന്നു പകൽക്കാലം ആ വഴിയെ തിരഞ്ഞെടുക്കുക. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളോട് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ഈ വഴി തിരഞ്ഞെടുത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആമേൻ. അതിൻ്റെ 13-14 വാക്യങ്ങൾ, അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും, യഹോവയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വഴി തിരഞ്ഞെടുത്താൽ അവർക്ക് യഹോവയുടെ സഹിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹിതം എന്ന് പറഞ്ഞാൽ യഹോവയുടെ കൂട്ടുണ്ട്. ഹല്ലേലൂയ. യഹോവ ഒരു കൂട്ടുകാരനെ പോലെ, ദൈവം ഒരു കൂട്ടുകാരനെ പോലെ അവനോട് ചേർന്ന് നടക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്തയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ ആമേൻ, ആ നിരാശയുടെ ചിന്ത പലരുടെയും ജീവിതത്തിനകത്ത് വ്യക്തമായിട്ട് കാണുവാൻ
കാണുവാൻ കഴിയും. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുവോ, ഞങ്ങളെ നോക്കുവാൻ ആരുമില്ലയോ, പ്രൈസലോ, ഇങ്ങനെയൊക്കെയുള്ള പല നിരാശകൾ ഹൃദയത്തിനകത്ത് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ദൈവത്തിൻ്റെ സഹിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാ. ഹൃദയമായി നമ്മളോട് ഇടപെടുന്ന, ഹൃദയമായി നമ്മളോട് സംസാരിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ആ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കുക ഇടവരട്ടെ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാ. താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്. അവൻ 15-ാമത്തെ വാക്യത്തിനകത്ത് എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഏത് ഡേഞ്ചറുകളാണെങ്കിലും, ഏത് പ്രൈസലോ ശത്രുവിൻ്റെ തന്ത്രങ്ങളാണെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം വിടുവിക്കും. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ദൈവം വിടുവിക്കും എന്ന് പറഞ്ഞാൽ വിടുവിക്കും എന്ന് തന്നെയാ. പ്രൈസലോ, ഹല്ലേലൂയ. ശത്രു ഏത് വല വിരിച്ചാലും ദൈവ പൈതലെ അതിനകത്ത് വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസലോ, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. ജീവിതത്തിലെ ലോൺലിനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആരാണ്? ഏകാകിയാണ്, അരിഷ്ടനാണ്. എന്നാൽ ദൈവമേ, നിന്റെ കരുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിടുവിക്കാൻ ഒരു ദൈവമുള്ളത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ വിടുവിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. താഴോട്ടുള്ള വാക്യങ്ങളിൽ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിന ദോഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിവരിക്കുവാൻ സമയമില്ലല്ലോ. ദൈവമക്കളെ ശ്രദ്ധിക്കുക. ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും, ഹല്ലേലൂയ, അത് ഏകാന്തതകളാകട്ടെ, ഹൃദയം തകരുന്ന സാഹചര്യങ്ങളാകട്ടെ, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് കടന്നു വരുന്ന കണ്ണുനീരുകളാകട്ടെ, വേദനകളാകട്ടെ, ജീവിതത്തിനകത്ത് വന്നുപോയ ഏതെങ്കിലും പാപങ്ങളാകട്ടെ, ഹല്ലേലൂയ, ഇന്നു പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല് കണ്ണുനീരോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനിൽ ആശ്രയിക്കുവാൻ ഇടവരുന്നുവെങ്കിൽ ഏകാന്തതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹൃദയം തകർന്നവർ, ഹല്ലേലൂയ, റീവന ശംദന രാജകസിയാദന, ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിന്റെ പുറത്ത് ഒരു മുറിവ് വന്നാൽ അതിനെ ബാൻഡേജ് വെച്ച് കെട്ടുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തിന്റെ മുറിവിനെ വെച്ച് കെട്ടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, എൻ്റെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവുകളെ വെച്ച് കെട്ടുവാൻ കഴിയുന്ന ഒരു നല്ലവനായ ദൈവം ജീവിക്കുന്നുണ്ട്. ഇന്നു പകൽക്കാലം ആ മുറിവുകൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. കണ്ണുനീരോടെ ദൈവത്തിൽ ആശ്രയിക്ക്. അവൻ ഇന്നു പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ വെച്ച് കെട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കുക, നിങ്ങൾക്ക് സമാധാനം തരുക, ദൈവ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുക, നിങ്ങളെ ശക്തീകരിക്കുക. മതിയായ ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ശാന്തമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം ശാന്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയവും, ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മനസ്സ് ദൈവ വചനത്തിൻ്റെ ഭാഷ, നമ്മുടെ മനസ്സ്, പ്രൈസ് ദി ലോർഡ്, മനസ്സ് ദൈവവുമായിട്ടൊന്ന് കണക്റ്റഡ് ആകട്ടെ. പല മുറിവുകൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കാം. അതൊരു പക്ഷേ ഭർത്താവ് വരുത്തി മുറിവായിരിക്കാം, ഭാര്യ വരുത്തി മുറിവായിരിക്കാം, അതൊരു പക്ഷേ മക്കൾ വരുത്തിയ മുറിവായിരിക്കാം, അതൊരു പക്ഷേ സഹോദരങ്ങൾ വരുത്തി മുറിവായിരിക്കാം, അതൊരു പക്ഷേ ജോലി മേഖലയിൽ വന്ന മുറിവായിരിക്കാം, അതൊരു പക്ഷേ പഠന മേഖലയിൽ വന്ന മുറിവുകളായിരിക്കാം. ഇന്ന് പകൽക്കാലം ഏത് മുറിവിനെയും വെച്ച് കെട്ടുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നത്. റീവാന ശംദന രാജക ശൗഡവനഗദന ജാലസ്യാദന. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിനെ ഒന്ന് ഉണക്കണമേ.
എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിനെ ഒന്ന് ഉണക്കണമേ. മനസ്സ് തുറന്ന് സ്നേഹിക്കുവാൻ കഴിയാതെ, മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയാതെ, ആമേൻ, മനസ്സ് തുറന്ന് ആമേൻ ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ കഴിയാതെ എൻ്റെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്ന മുറിവിനെ ഒന്ന് ഉണക്കണമേ. ഹല്ലേലൂയ, ആമേൻ. ആത്മാർത്ഥമായി എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കുക. ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ മുറിവുണങ്ങിയാൽ ഇന്ന് പകൽക്കാലം വിടുതല. ഹല്ലേലൂയ. ആ മുറിവുണങ്ങിയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന വിശുദ്ധിയോടെ കൊടുക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ മനസ്സിന്റെ മുറിവിനെ ഉണക്കണമേ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ലഭിക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നു. ജനത്തിന് വിടുതലായി തീരുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ